നമ്മുടെ നാട്ടുകാരനും കലാകാരനുമായ കായക്കൊടിയുള്ള ചന്ദ്രേട്ടനാണ് ഈ ശില്പം നിർമ്മിച്ചത്. അതിനെപ്പറ്റി നമുക്ക് ചന്ദ്രേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. ചന്ദ്രേട്ടൻ, ഇതെങ്ങനെ നിങ്ങൾ ഇത് നിർമ്മിച്ചത് ഒന്ന് പറഞ്ഞു. സാധാ മണ്ണുണ്ട്. സാധാ മണ്ണ്. അപ്പോൾ സാധാ മണ്ണ് എന്ന് പറയുമ്പോൾ ഈ പുറ്റുമണ്ണോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും? ഏത് മണ്ണായാലും കളിമണ്ണ്, ഏത് മണ്ണായാലും ഇല്ല, അങ്ങനെ ഉണ്ടാക്കല്ലേ? ഏത് മണ്ണിലും നിർമ്മിക്കാം. നനഞ്ഞിക്കില്ല, എക്കാലവും നിൽക്കും. സിമെന്റ് ഇതാക്കിയാൽ നല്ല കളറ് കിട്ടും. ഇത് സിമെന്റ് കൂട്ടാണ്ട് ഉണ്ടാക്കിയത് നിങ്ങൾ? തീർത്തും മണ്ണ്. തീർത്തും മണ്ണാ? സംഗതിയില്ല. ഇത് എത്ര ദിവസത്തെ പരിപാടി ഇങ്ങനെയാക്കി എടുക്കുക? ഇത് 2 ദിവസം വേണ്ടി വരും. 3 ദിവസം? 3-4 ദിവസം വേണ്ടി വരും. 4 ദിവസം. ഇത് പണിയും കാര്യം വന്ന് തേച്ചത് ഇവിടെ കുത്തിരിക്കും. ചന്ദ്രേട്ടൻ എന്താ പണി? കൂലിപ്പണി. അപ്പോ ഇത് ചന്ദ്രേട്ടൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇവര്. നല്ല 4 ദിവസം കൊണ്ടല്ലേ ഇത് നടക്കും? പണിയും കാര്യം വരുമ്പോ ഇതിനെ പറ്റി മാത്രം വിചാരിക്കും. അന്നേരം വന്ന് കുത്തിരിക്കും, ഇത് ഉണ്ടാക്കും. കുറെ കൈമാങ്ങ പോവും, പിന്നെയും കുറെ കൈമ ഇതാക്കണമെന്ന് തോന്നും മനസ്സിൽ. അന്നേരം പിന്നെയും ഉണ്ടാക്കും. തലേ ദിവസം ഇങ്ങനെ ഓർമ്മിക്കും എന്തെന്നാ ഇവര് ഇത് മാറ്റം വരുത്തേണ്ടതെന്ന്. മാറ്റത്തിനനുസരിച്ച് ഇവര് ഓരോ സംഗതികളും ഇങ്ങനെ ഉണ്ടാക്കും. ഇത് ചെറുപ്പത്തിലേ തുടങ്ങിയ പരിപാടി അല്ലെങ്കിൽ ഇപ്പൊ അടുത്തായിട്ട്? ചെറിയത്തെ തുടങ്ങിയ, ചെറുപ്പത്തിലേ ഉള്ള. ചെറിയത്തെ മണ്ണ് കൊണ്ട് കളിക്കും, അന്നേരം ഉണ്ടാക്കും. പലതും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കും. പല സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കും. അപ്പൊ ഇത് സിമെന്റിലാ ചെയ്യുന്നതെങ്കിൽ ഇത് കുറെ കാലം നിൽക്കൂലേ? സിമെന്റിലായിരുന്നെങ്കിൽ തോന്നക്കാലം നിൽക്കും. ചന്ദ്രേട്ട, ഇതുപോലെ ഉണ്ടാക്കിയിട്ടായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടോ പുറത്തോട്ട്? ഇത് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടില്ല. മുമ്പ് നമ്മളെ നെടുവണ്ണൂർ ബൈല് ഇതേപോലത്തെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് എപ്പോൾ ആൾക്കാർ വരും, 10-25 ആൾക്കാർ കാണുവാൻ വരും. സത്യമൊകേരി വന്നിക്ക് TT നാണുവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് എടച്ചേരി ബാലുമാഷ് ഇവരെല്ലാം വന്ന് ഫോട്ടോ എല്ലാം എടുത്ത് അന്നേരം ആണ് ഇപ്പോൾ ഇത് ഇവിടെ ഉണ്ടാക്കി. അതിലും ഭയങ്കരമായിട്ടാണ് ഇത് ഉണ്ടാക്കി. ഇന്നത്തെ പോലത്തെ അല്ല അത്. അന്ന് പിന്നെ അച്ഛനും സമ്മതിക്കൂല. അച്ഛനും സമ്മതിക്കൂല. പ്രായം കൂടിയ ആളൊന്നും ഇങ്ങനത്തെ കണ്ട് ഉണ്ടാക്കുക സമ്മതിക്കൂല. ഇതെന്താ ചന്ദ്രേട്ട, ഇത് തുടർന്ന് പോകണം. എന്താ ചെയ്ത് സിമെന്റിലോ അങ്ങനെ ചെയ്തിട്ട് ഇത് നല്ലൊരു വരുമാന മാർഗ്ഗമാക്കി എടുക്കുക. അത്രയും ഗംഭീര സാധനമാണ് ചന്ദ്രേട്ട ഉണ്ടാക്കിയത്. ഇതൊരു നല്ലൊരു കലാകാരൻ ചന്ദ്രേട്ടൻ്റെ മനസ്സിലുണ്ട്. ഇത് നമുക്ക് ഇതല്ലാത്ത രൂപത്തിൽ വീണ്ടും നല്ലതാക്കിയിട്ട് വേറെ വലിയ അങ്ങനത്തെ ആൾ പറയുന്നതാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. മറ്റുമ്മക്ക് സിമെൻറ്റിൻ്റെ അകത്ത് ഉണ്ടാക്കേണ്ട സാമ്പത്തികമായിട്ടുള്ള കഴിവില്ലല്ലോ. അപ്പോൾ അതിൽ സാധിക്കുമല്ലോ. അതുകൊണ്ടാണ് മണ്ണും ഉണ്ടാക്കി. എല്ലാ മണ്ണ് കൊണ്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഇത് കാണും, പക്ഷേ കളിമണ്ണല്ലാണ്ട് ഇങ്ങനെ സാധാ മണ്ണുകൊണ്ട് ഇത് ആദ്യമായിട്ട് കാണുന്നത്. ഏത് മണ്ണായാലും ഞാൻ അന്നേരം ഉണ്ടാക്കും. പക്ഷീനെല്ലാം കൈകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കും. ചെറിയ ഒരു കയ്യിൽ മണ്ണ് ഇതാക്കിയാൽ ചെറിയ കുരുവീനെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും. ആനേനെല്ലാം കൊത്തുപണിക്ക് ക്ഷണം നടക്കുന്ന സംഗതി ഉണ്ടാക്കും. നിസ്സാരമായിട്ട് നടക്കും. അതുപോലെ തന്നെ ഇതിൽ കാള ഇങ്ങനെ കണ്ട പല ഇതിനകത്തില്ല ബേക്ക് ഇങ്ങനെ ഭാഗത്ത്. അപ്പം മുമ്പിലായിട്ട് ഇതിൽ കിടക്കടന്നതിനകത്ത് ബേക്കോട്ട് വെച്ചാണ്. അപ്പം കാളയെല്ലാം ആ മറ്റേ ഭാഗത്താണുള്ളത്. മുമ്പിലായാൽ ഓലിക്ക് ഇത് കാണുന്നു ക്ഷേത്രത്തിൻ്റെ ഉള്ള പോലെ തന്നെ തോന്നുന്നു. അപ്പം അന്ധവിശ്വാസവും മറ്റുള്ള വിശ്വാസം രണ്ടില്ലേ. ചന്ദ്രേട്ടൻ്റെ ശില്പം എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. ഇനിയും നല്ല ശില്പങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവ് ദൈവം തരട്ടെ. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. നമ്മുടെ നാട്ടുകാരനും പിന്നെ പരപ്പമ്പല് പിന്നെ മാട്ടോൻ്റെ ആട ചാത്തുവിൻ്റെ മകൻ ചന്ദ്രൻ കലാപരമായിട്ടുള്ള സൃഷ്ടികളിൽ വളരെയധികം പുരോഗതിയോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കലാകാരനാണ്. ഈ അനുഗ്രഹീത കലാകാരന് ചന്ദ്രന് എല്ലാവിധ ആശംസകളും നേരുന്നു.